ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അറബിക് ഹമൂസ് ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിന് വീട്ടിൽ വളരെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുബൂസിൻ്റെ കൂടെയും ഗ്രില്ല് ചിക്കൻ്റെ കൂടെ കഴിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഹമൂസ് വീട്ടിൽ നമുക്കും തയ്യാറാക്കി എടുക്കാം. വെള്ളക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മുടെ ഹമൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹമൂസ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളക്കടലയാണ് എടുക്കാനുള്ളത്. അപ്പോൾ അത് 7 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് കുക്കായാൽ മാത്രം മതി. അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഹമൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് കൂടുതൽ കടലയുണ്ട്, അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേ ഒരു അളവിനുള്ള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം, 3 എണ്ണം കറക്റ്റ് അളവാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരും. പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിലിൻ്റെ അളവ് ഞാൻ ഒഴിക്കുന്ന സമയത്ത് പറയാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തഹിനയാണ്. തഹിന എന്ന് പറയുന്നത് വെളുത്ത എള്ളിൻ്റെ പേസ്റ്റാണ് തഹിന പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ റെഡിമെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തഹിന പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വെളുത്ത എള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുക്കുക, ഫ്രൈ പാനിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒലിവ് ഓയിലും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ തഹിന പേസ്റ്റ് വീട്ടിൽ നമുക്ക് എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ബോട്ടിൽ ഉള്ളതുകൊണ്ട്, റെഡിമെയ്ഡ് ഉള്ളതുകൊണ്ട് ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഞാനിവിടെ കടല വേവിച്ച വെള്ളം തന്നെയാണ് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഇതിന് വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് എടുത്താലും മതി. ഒരു 3 ഐസ് ക്യൂബ് എടുത്തിട്ട് നമുക്ക് കടല അരയ്ക്കുന്ന സമയത്ത് അതിൽ കൂടെ ചേർത്ത് അരയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങാനീര് ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കടല വേവിച്ച സമയത്ത് ഉപ്പിടാതെയാണ് വേവിച്ചത്. അപ്പോൾ ഉപ്പിട്ടാണ് നിങ്ങൾ വേവിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പകരം 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി. ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരഞ്ഞു വരുന്ന സമയത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളോട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് തഹീന ചേർത്ത് കൊടുക്കാം. തഹീന ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ബോട്ടിലായതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അത് ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. വലിയ സ്പൂണിൻ്റെ അളവിനാണ് പറയുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ ഹമൂസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിൽ ഉപ്പും പുളിപ്പൊക്കെ കറക്റ്റാണ്. ഞാൻ എടുത്ത നാരങ്ങാനീര് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ തന്നെ ഹമൂസ് റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെള്ളക്കടല വേവിച്ചത് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി വെച്ച് സെർവ് ചെയ്യാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒലീവ്സും ഒരു പുതിനയിലയും കൂടെ വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്